നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരകൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ചിന്തകളാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു നോ കോണ്ടാക്റ്റ് സെപ്പറേഷനിലിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിയാണ്. അത് വിവാഹം കഴിച്ചവർക്കും വിവാഹം കഴിക്കാത്തവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇതെപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴിതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ ചിന്തകൾ നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളാണ്. എന്താണെന്ന് നോക്കാം. ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊട്ട് ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൂടി നിൽക്കുന്ന ഒരു ഇതാണ്. എന്തൊക്കെയോ ഒരു ഒക്കൾട്ട് സയൻസ് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും ഈ ഒരു സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണകളുടെ ഫലമായിട്ട് നിങ്ങളുടെ റിലേഷൻ എൻഡ് ആയതാണ്. ഇത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാനസികമായിട്ട് നിങ്ങളെ വഞ്ചിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് വേറെ റിലേഷനൊക്കെ കാണുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പൊക്കെ ഉള്ളൊരു വ്യക്തിയൊക്കെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അവർ. നിങ്ങളെ ഒരുപാട് ചതിച്ചൊരു വ്യക്തിയാണ്. ബന്ധങ്ങളിൽ എപ്പോഴും വേണ്ടതൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തെ അവർ ഖനിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിൻ്റെ ഒരു ഭയങ്കര എക്സ്ട്രീമായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോഴും ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നൊരു ബന്ധമാണ് ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വേദന തന്ന ഒരു ബന്ധമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് മാനസിക വേദന നിങ്ങൾക്ക് സമ്മാനിച്ചൊരു ബന്ധമാണ് ഈ ഒരു ബന്ധം. അങ്ങനെയാണ്. അതായത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ്. നിങ്ങളെ വേണ്ടാന്ന് വെച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയൊരു വ്യക്തിയാണ്. അതുപോലെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും അതൊക്കെ സംഭവിച്ചത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ കർമ്മ എന്നുള്ളതുണ്ട്. തീർച്ചയായിട്ടും ഒരു ബൂമറാങ് ആണ് കർമ്മ. ആ ഒരു വ്യക്തിയുടെ കർമ്മ അനുഭവിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ കർമ്മ ഒരുപാട് അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർക്ക് ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളിലൊരു കുറ്റബോധമുണ്ട്. നിങ്ങളുമായിട്ടൊരു നല്ലൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതായത് താങ്ങാവുന്നതിനപ്പുറം ഇവിടെ ഒരു 10 ഓഫ് സോഡ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അത്രത്തോളം ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു 10 ഓഫ് സോഡ് വരുന്നത് അങ്ങനെയാണ്. ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു പുതിയൊരു ജീവിതം ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് അതിനായിട്ട് അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം നേരത്തെ അവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ ഒരാൾ ഇപ്പോഴ് അവർ നിങ്ങളെ ഒരുപാട് അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്നേഹസമ്പന്നനാണ് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു വ്യക്തി ഡീപ്പായിട്ട് നിങ്ങളുടെ അടുത്തൊരു ഇമോഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തി തേടിപ്പോയ തേർഡ് പാർട്ടി റിലേഷനിൽ ആ ഒരു വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി അതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവരത്രത്തോളം അവരുടെ കർമാസ് അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ടൊക്കെ ആവാം നല്ല രീതിയിൽ പോയിരുന്ന നിങ്ങളുടെ ബന്ധം എൻഡായിപ്പോയത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ചതിക്കുഴിയായിരുന്നു. അതായത് ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും ആ ഒരു വ്യക്തിയെ തേടിയായിരിക്കും അവർ പോയത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ തെറ്റായിപ്പോയി ഞാൻ ചെയ്തത്. അത്രത്തോളം ആ ഒരു വ്യക്തി വിഷമിക്കുന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് കാർഡും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ.
ഒരു ഹെർമിറ്റ് കാർഡാണ് വന്നത്. അതാണ്, അതായത് ഇവിടെ ഒരു അവരുടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. അവർ ഒരു തീരുമാനമെടുത്ത്, ഇവിടെ 2 പേഴ്സൺ ഉണ്ട്, ഒന്ന് തേർഡ് പാർട്ടിയും ഒന്ന് നിങ്ങളും. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഇൻഡ്യൂട്ടീവ്ലി ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവരുടെ തേർഡ് പാർട്ടി റിലേഷൻസ് എൻഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു സൺ കാർഡും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളിലേക്ക് വരാനാണ്, ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചെയ്തു പോയ കഴിഞ്ഞ ഭൂതകാലത്ത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് വിഷമമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. നിങ്ങളിലേക്ക് വരാൻ ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തരാൻ അവർ ആഗ്രഹിക്കുന്നു. അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു ഇതാണ്, ഒരു ആവേശമാണ് അവർ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ. അതായത് എല്ലാ രീതിയിലും അവർ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളുടെ ഒരു വാല്യൂ ഒരു മനസ്സിലാക്കിയതാണ്. തീർച്ചയായിട്ടും അവർ ഒരു ഏകാന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. രാത്രികാലങ്ങളിലൊക്കെ അവർ ഡീപ്പായിട്ട് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളൊരു കുഞ്ഞൊക്കെ അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകൾ. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് വരാൻ പറ്റുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ്, അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തികളാണ്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഡീപ്പായിട്ടുള്ള ഇമോഷൻസാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു സമയം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് എനിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള, അതായത് നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധം പെട്ടെന്ന് എൻഡ് ആകുന്നതായിട്ടാണ്. ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒട്ട് ഹാപ്പിയല്ല. തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒട്ട് ഹാപ്പിയല്ല. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഈ ഒരു ബന്ധം കൊണ്ടുപോകാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം മാനസിക വേദന സമ്മാനിച്ചൊരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ അവർ കാണുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിറയെ നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹമാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്, തീർച്ചയായിട്ടും അതും കൂടെ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാതെ കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വേറൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.